Praise the Lord. Jesus. Hallelujah. Glory to Jesus. കരുണയുള്ള ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വാഴ്ത്തുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. FS മീഡിയയിലെ എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ എല്ലാ ദൈവമക്കളെയും ഈ രാത്രിയിലെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. FS മീഡിയയിലെ എല്ലാ ദൈവമക്കളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീക ചിന്തകൾ, ആത്മീക സന്ദേശങ്ങൾ ഒക്കെ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മീഡിയയുടെ സ്ഥാപകനായ പാസ്റ്റർ ഫെലിക്സ് സാമുവൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ സിബി ജോൺ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ആത്മസ്നേഹിതയായ പ്രിയ ഷാരോൺ, ഇവരെല്ലാം ചേർന്ന് അഡ്മിൻസായി പ്രവർത്തിക്കുന്ന ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ, ഒത്തിരി ആശീർവദിക്കട്ടെ. തൻ്റെ കൃപയാൽ നിറച്ച് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ചെയ്തെടുക്കുവാൻ കർത്താവ് കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ലൈവ് കേൾക്കുവാൻ സാധിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിൽ ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കട്ടെ, വ്യക്തമായി ഇടപെടുന്ന രാത്രിയായി മാറട്ടെ. ദൈവത്തിൽ നിന്ന് ചില പ്രത്യേകമായ ആലോചനകൾ, സന്ദേശങ്ങൾ കേൾക്കുവാനും ആത്മീക സന്തോഷം പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലെ ചിന്തകൾക്ക് ആധാരമായിട്ട് ഒരു വേദവചന ഭാഗം വായിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രിയിലെ ചിന്തകൾ നയിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. അനുഗ്രഹീതനായ ദൈവദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിലൂടെ ആത്മീക സന്ദേശം അറിയിച്ചു എന്നത് ഞാൻ അറിയുന്നു. അങ്ങനെ ആത്മീക അനുഗ്രഹവും നന്മയും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 6-ാം അധ്യായം അനുഗ്രഹീതമായൊരു അധ്യായമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം യേശുവിൻ്റെ ഒരു അത്ഭുതത്തെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന അധ്യായമാണ്. മത്തായി സുവിശേഷത്തിലും അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ തന്നെ ഈ അത്ഭുതത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അത്രമാത്രം കാര്യമാത്ര പ്രസക്തമായ ഒത്തിരി ചിന്തകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ യേശുവിൻ്റെ അത്ഭുതത്തെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: യേശുവിനെ അനുഗമിക്കുന്നവരായി മാറുക. സ്തോത്രം. അതാണ് നമ്മൾ വായിച്ചു കേട്ട ഒരു ഭാഗത്ത് നമ്മൾ കേട്ടത്. യേശുവിനെ അനുഗമിക്കുന്നവരായി മാറുക. സ്തോത്രം. ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമുക്കറിയാം, ലോകം മുഴുവനും ഒരു മഹാമാരിയെ വിജയിക്കാൻ സാധിക്കാതെ അതിൻ്റെ ആ നീരാളിപ്പിടുത്തത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല, യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിലും യേശുവിനെ അനുഗമിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതിനിടയിലുണ്ട്. സ്തോത്രം. ഈ കാലഘട്ടത്തിലും യേശുവിൻ്റെ പാദം പിന്തുടരുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ഗ്രൂപ്പിൽ പെടുന്നവരാണ് എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അനുഗമിക്കാൻ കൊള്ളാവുന്ന ആരെയെങ്കിലും കാണിച്ചു തരാൻ നിങ്ങൾ ആരെങ്കിലും എന്നോട് ശുപാർശ ചെയ്താൽ എനിക്ക് ഈ ലോകത്തിൽ കാണിച്ചു തരാൻ യേശുവല്ലാതെ വേറൊരു
വേറൊരു മനുഷ്യനില്ല, ഈ ലോകത്തിൽ വേറൊരു വ്യക്തിത്വമില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വേറൊരു മേഖല നാം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അയ്യേ എന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും നമുക്ക് അനുകരിക്കാനും അനുഗമിക്കാനും കൊള്ളാവുന്ന ഒരു ജീവിതത്തിനുടമയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഇന്ന് രാത്രിയിൽ പറയാം. നമുക്ക് അനുഗമിക്കാൻ കൊള്ളാവുന്ന, ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ, ഉന്നതനായ, ഉദാത്തമായ, ഉദാഹരണമായ യേശുവിൻ്റെ ജീവിതത്തെ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഈ ഗ്രൂപ്പിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ആളുകൾ, സ്തോത്രം, ഈ സന്ദേശം ഷെയർ ചെയ്യപ്പെടുമ്പോൾ അനേകർ ആ സന്ദേശം കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നുവരെ യേശുവിനെ അനുഗമിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഈ യേശുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ യേശുവിനെ അനുഗമിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ തന്നെ ഞാൻ ഈ സന്ദേശത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ സന്ദേശം ഒരിക്കലും ഒരു മതത്തിൻ്റെ സന്ദേശമല്ല. ഞങ്ങൾ ആരും ഒരു മതത്തിൻ്റെ വക്താക്കളുമല്ല. സ്തോത്രം, മറിച്ച് ഞങ്ങൾ യേശുവിൻ്റെ വക്താക്കളാണ്. യേശു ഒരിക്കലും ഈ ലോകത്തിൽ ഒരു മതസ്ഥാപകനായി വന്ന വ്യക്തിത്വമല്ല. യേശു എവിടെ ഒരു മതം സ്ഥാപിച്ചിട്ടുമില്ല. എന്നാൽ യേശു സ്ഥാപിച്ചത് തൻ്റെ ദേഹം എന്ന തിരശ്ശീല മുകൾ തൊട്ടടിയോളം രണ്ടായി വലിച്ചു കീറി യേശു ഒരുക്കിയ ജീവനുള്ള പുതിയ വഴിയിലേക്ക്, ആ വഴിയിൽ യേശുവിനെ അനുഗമിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. സ്തോത്രം, യേശുവിൻ്റെ വഴി അനുഗമിക്കുന്ന ആളുകൾ, സ്തോത്രം, ഒരിക്കലും ഈ ഭൂമിയിൽ നശിച്ചു പോകത്തില്ല. മറിച്ച് അവർ നിത്യതയുടെ അവകാശികളായി മാറും. അവരുടെ ഉള്ളിൽ കത്തുന്ന നിത്യതയുടെ തീയുണ്ട്. ആ തീയാൽ അവർ നിത്യതയുടെ അവകാശികളായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും ചിലപ്പോൾ ചോദിക്കും, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങൾക്ക് നിരാശയില്ലേ? നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ എവിടുത്തെ ബുദ്ധിരാക്ഷസന്മാർക്കോ ഒന്നും അറിയത്തില്ല. പക്ഷേ ദൈവമക്കളായ നമുക്ക് ഒരു ഭയവുമില്ല, നമ്മൾ പേടിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണമാണ്, ഞങ്ങൾ അനുഗമിക്കുന്നത് യേശുവിനെയാണ്. ഞങ്ങൾ പിന്നാലെ ഇറങ്ങിത്തിരിച്ച യേശുവിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല, അതുകൊണ്ട് ഞങ്ങൾ പേടിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. സ്തോത്രം, ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത് അങ്ങയുടെ പിന്നാലെയാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. ആ യേശു അങ്ങേ കരയിൽ ഞങ്ങളെ എത്തിക്കാൻ സർവശക്തനാണ്. സ്തോത്രം, ആ യേശു ഈ വഴിത്താരയിൽ ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകത്തില്ല. ഈ കൊറോണയുടെ കാലഘട്ടത്തിലും യേശു ഞങ്ങളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. സ്തോത്രം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ചിലർ ചിന്തിക്കുന്നുണ്ട്, അയ്യോ എന്ത് കർത്താവ് അത്ഭുതമൊന്നും ചെയ്യാത്തേ, എന്ത് കർത്താവ് ഈ രോഗം എടുത്തു മാറ്റാത്തേ. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറയാം, യേശു നമ്മളെ കൈവിട്ടിട്ടില്ല, യേശു നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല, യേശു നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ആത്മ കണ്ണു തുറന്നു നോക്ക്, നമ്മുടെ മുൻപിൽ ഇന്നും യേശു സഞ്ചരിക്കുന്നുണ്ട്. ആ യേശുവിൻ്റെ പിന്നാലെ പോകാം നമുക്ക്. ഏത് കഷ്ടത വന്നോട്ടെ, ഏത് പ്രതികൂലം വന്നോട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം. സ്തോത്രം, എൻ്റെ മുഖവരകൾക്ക് ഞാൻ അവസാനം കുടിക്കുകയാണ്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ പാദസ്പർശത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. യേശു പഠിപ്പിച്ച ഉപദേശത്തിന് പിന്നാലെ യാത്ര ചെയ്യുക. യേശു എന്തു പറഞ്ഞോ, യേശു എന്ത് ചെയ്ത് കാണിച്ച് തന്നോ, അത് അനുസരിച്ച് അത് ജീവിതത്തിൽ പകർത്തി മുൻപോട്ട് പോകുന്നവരായി മാറുക. അതാണ് അനുഗമിക്കുക എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഈ ഗ്രൂപ്പിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ചോദിക്കാം, നമ്മൾ യേശുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നവരാണോ എന്ന് നാം ഒന്ന് നമ്മെ തന്നെ പുനർപരിശോധന ചെയ്യാൻ, നമ്മെ ഒന്ന് പുനർവിചിന്തനം ചെയ്യാൻ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ അനുഗമിക്കുന്നവരായി നമുക്ക് മാറാം. ഇവിടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ യേശുവിനെ അനുഗമിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സത്യത്തിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത്? യേശുവിനെ നമ്മൾ എങ്ങനെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ പ്രാധാന്യതയും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ ചിന്തിക്കണം. ചുമ്മാതൊന്നും യേശുവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല.
എല്ലാവർക്കും ഒന്നും യേശുവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല. നമ്മൾ വിശുദ്ധ ബൈബിൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. യേശു തന്നെ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പദം മറക്കരുത്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ ഒന്നാമത് തന്നെത്താൻ ത്യജിക്കണം. സ്തോത്രം. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് സ്വയമായി ത്യജിക്കുക. സ്തോത്രം. ഞാനൊന്നുമല്ല എന്നുള്ള ആ പദവിയിലേക്ക്, സ്തോത്രം, ഞാൻ എന്ന ഭാവം മൊത്തമായി ഇടിച്ചമർത്തി. യോഹന്നാൻ സ്നാപകന്റെ പദപ്രയോഗം എടുക്കുകയാണെങ്കിൽ, ഞാൻ കുറയണം, യേശു എന്നിൽ, അവൻ എന്നിൽ വളരണം. അങ്ങനെ ഞാൻ എന്ന മുഴുവൻ ഭാവങ്ങളും നശിച്ച് പിടിച്ചടക്കി ഒതുക്കി എന്നെ തന്നെ ത്യജിച്ച് എൻ്റെ സുഖങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ പദ്ധതികൾ അവയെല്ലാം യേശുവിൻ്റെ കാൽക്കൽ വിട്ടുകൊടുത്തിട്ട് ത്യജിച്ചിട്ട്, സ്തോത്രം സ്തോത്രം, ഞാൻ പറഞ്ഞ് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ നമ്മളൊന്ന് നമ്മെ തന്നെ ചിരപരിശോധന ചെയ്യണം. എന്നെ തന്നെ ത്യജിച്ച് ഞാൻ എന്നതിനെ മൊത്തമായി യേശുവിൻ്റെ കാൽക്കൽ ഇട്ടിട്ട് തൻ്റെ ക്രൂശെടുത്ത്, സ്തോത്രം, യേശുവിൻ്റെ ക്രൂശ് എന്നല്ല പറഞ്ഞത്, തൻ്റെ ക്രൂശ്. നമുക്ക് വച്ചിരിക്കുന്ന ക്രൂശുകളുണ്ട്. എൻ്റെ ക്രൂശ് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇതുപോലെ ചില ക്രൂശുകൾ ചുമക്കാനുണ്ട്. ആ ക്രൂശ് ഉപേക്ഷിച്ചിട്ട് പോകാനല്ല, മറിച്ച് ആ ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരായി മാറുക. അവിടെയാണ് യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുന്നവർ ആദ്യം സ്വന്തമായി ഞാൻ എന്നതിനെ, സ്വന്തമായി എൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇട്ടുകൊടുക്കുക. നാം കണക്ക് കൂട്ടി വെച്ചിരുന്ന നമ്മുടെ ഭാവി, നമ്മുടെ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകൾ, നമ്മുടെ സമസ്ത മണ്ഡലങ്ങളും, നമ്മുടെ പ്ലാനും പദ്ധതികളും എല്ലാം യേശുവിൻ്റെ കാൽക്കൽ അടിയറ വെച്ചിട്ടുണ്ട്. അതാ ഇന്നു മുതൽ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ പാദം, അവിടുത്തെ ഇഷ്ടങ്ങൾ, ഹിതങ്ങൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി യേശുവിൻ്റെ അനുകാരിയായി മാറുന്നത്. സ്തോത്രം. ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവനായി മാറുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, നമ്മളൊന്ന് പരിശോധിക്കണം. എൻ്റെ സന്ദേശത്തിൻ്റെ ആരംഭ ഈ സമയങ്ങളിൽ, സ്തോത്രം, നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച്, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മെ തന്നെ ത്യജിക്കുന്നവരായി മാറുക. സ്തോത്രം. ആ പദം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് മീനിങ്ങാണ്. നമുക്ക് പലപ്പോഴും സാധിക്കാൻ കഴിയത്തില്ല. നമുക്കെല്ലാം ഞാൻ എന്നത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എന്ന ആ ചിന്ത, അത് നമ്മളെ വല്ലാതെ അങ്ങ് എന്തോ ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഞാനില്ല, ഞാനെന്ന ഭാവമില്ല. സ്തോത്രം. എൻ്റെ ഒരു യോഗ്യതകളും ഇവിടെ ബലപ്പോകുന്നില്ല, മറിച്ച് യേശുവിൻ്റെ പാദത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരായി മാറുക. യേശു പഠിപ്പിക്കുന്നത്, യേശു പറയുന്നത്, യേശു എന്ത് കൽപ്പിക്കുന്നോ അത് കേട്ട് മുൻപോട്ട് പോകുന്നവരായി മാറുക. അവിടെയാണ് നമ്മുടെ അനുഗമനം യഥാർത്ഥമായും അർത്ഥത്തിലേക്ക് വരുന്നത്. അവിടെയാണ് നമ്മുടെ യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്ര അർത്ഥപൂർണമായി മാറുന്നത്. അപ്പോൾ തന്നെത്താൻ ത്യജിക്കുക, തൻ്റെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുക. ഇവിടെ നമ്മൾ പിന്നെ ലൂക്കോസ് സുവിശേഷത്തിൽ കാണുന്നുണ്ട്, യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ പറയുന്ന ഒരു പദം ഇങ്ങനെയുണ്ട്: സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ആ പദം എന്നെ വല്ലാതെ ആകർഷിച്ചൊരു പദമാണ്. സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുക. ആ പദം ഭയങ്കര അർത്ഥപൂർണമാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ അനുഗമിക്കുന്നവർ വിട്ടുകളയേണ്ട ചിലതുണ്ട്, ഉപേക്ഷിക്കേണ്ട ചിലതുണ്ട്. സ്തോത്രം. നമുക്കറിയാം, തിമായിയുടെ മകനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ബക്തിമായി എന്ന് ബൈബിൾ പരാമർശിച്ചിരിക്കുന്ന ആ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: ആ മനുഷ്യൻ യേശു വിളിക്കുമ്പോൾ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. പ്രിയമുള്ളവരൊരു കാര്യം ഞാൻ പറയാം: യേശുവിനെ അനുഗമിക്കുമ്പോൾ ചില വിട്ടുകളയേണ്ട ഭാഗങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് കളഞ്ഞ് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്
വിഘാതമായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന ചിലതിനെ, ചില ബന്ധങ്ങളെ, ചില സ്വഭാവ ദൂഷ്യങ്ങളെ, ചില രഹസ്യമോ പരസ്യവുമായിട്ടുള്ള നമ്മുടെ ക്യാരക്ടറിനെ ഒക്കെ വിട്ടുകളഞ്ഞിട്ട് യേശുവിനെ പിന്നാലെ പോവുക. പൗലോസ് ഇവിടെ നമുക്ക് നല്ലൊരു മാതൃകയാണ്. പൗലോസ് പറഞ്ഞത്, ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ചപ്പത്തും ചവറന്നു വെണ്ണുകയാണ്. യേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന ഡിഗ്രി, എനിക്കുണ്ടായിരുന്ന സാമ്പത്തിക നന്മ, എൻ്റെ കുടുംബശ്രേഷ്ഠത, അവയെല്ലാം ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞാൻ ചപ്പന്നും ചവറന്നും എണ്ണി. ഇതിനൊക്കെ വലിയതാണ് ഞാൻ കണ്ടത്. അതെപ്പോഴാണ് സംഭവിക്കുന്നറിയുമോ? ക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നാം കാണുമ്പോഴാണ്. അവിടെയാണ് നമ്മുടെ ഭൗതികമായതെല്ലാം, ഈ ലോകത്തിൽ നാം നല്ലത്, വലുത് എന്ന് കണ്ടുവച്ചതെല്ലാം ഒന്നുമല്ലാതായി മാറുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുമ്പോഴാണ്. അവിടെയാണ് നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നത്. ഡമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സ്തോത്രം നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പൗലോസ് പ്രാപിക്കുമ്പോൾ അന്നുവരെ വലുതെന്ന്, അന്നുവരെ ശ്രേഷ്ഠമെന്ന് പൗലോസ് കരുതി കൊണ്ടു നടന്നെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട്, സ്തോത്രം, പൗലോസ് എന്നൊക്കെ പറയുമ്പോൾ കപ്പൽ മുതലാളിയുടെ മകനായിരുന്നു, ലക്ഷക്കണക്കിന് സമ്പാദ്യമുള്ള വ്യക്തിയായിരുന്നു. ഗമാലിയലിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് താൻ അഭ്യസിച്ച തൻ്റെ മികവ്, നയപ്രമാണത്തെ ഹൃദയസ്ഥമാക്കിയെടുത്ത തൻ്റെ അറിവിൻ്റെ ശ്രേഷ്ഠത, അവയെല്ലാം ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടപ്പോൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് മുൻപോട്ട് പോകുന്ന ആ മനുഷ്യനെ നമുക്കിന്ന് രാത്രിയിൽ നമ്മുടെ മാതൃകയാക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്ക് സ്തോത്രം എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ മുന്നാലെ പോകുവാൻ കഴിയുന്നത്. അവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ ശ്രേഷ്ഠത. ഞാൻ പറയുമ്പോഴത്തേക്കിന് നമുക്കുള്ള സമ്പത്തും നമുക്കുള്ളതെല്ലാം കളഞ്ഞിട്ട് സ്തോത്രം, നോ, അവിടെയല്ല ചിന്ത. അങ്ങനെയല്ല. നാം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന് മുൻപിൽ എനിക്ക് മറ്റൊന്നും വലുതല്ല. ക്രിസ്തു കഴിഞ്ഞിട്ടാണ് നമുക്കെല്ലാം. അവിടെയാണ് നമ്മൾ മാനിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മുടെ ചിന്താഗതി യഥാർത്ഥമായി മാറുന്നത്. എല്ലാം ക്രിസ്തു നിമിത്തം ചപ്പന്നും ചവർന്നും എണ്ണിയ പൗലോസ് നമുക്കൊരു മാതൃകയായി മാറട്ടെ. അവിടെ ശിഷ്യന്മാർ പറഞ്ഞ്, ഞങ്ങൾ സകലവും വിട്ട് അങ്ങേ അനുഗമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആ സ്തോത്രം നിമിഷങ്ങൾ നാം ഒന്ന് പരിശോധിക്കണമേ. ജീവിതത്തിൽ ക്രിസ്തു കഴിഞ്ഞാണ് നമുക്കെല്ലാം. ക്രിസ്തുവിന് മുകളിൽ ഒന്നുമായി പോകല്ലേ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന FS മീഡിയയിലെ അനുഗ്രഹീതരായ ദൈവമക്കളോട്, കർത്തൃദാസിദാസന്മാരോട് ആത്മാവിൽ നമുക്കിന്ന് രാത്രിയിൽ ഒരുമിച്ച് ചിന്തിക്കാൻ കഴിയട്ടെ. ക്രിസ്തുവിൻ്റെ മുകളിൽ ഒന്നുമില്ല. ക്രിസ്തുവാണ് നമുക്കെല്ലാറ്റിനും മുകളിൽ. ക്രിസ്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയല്ല. നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ, ചങ്കിലെ ചോര ഊറ്റി തന്ന ക്രിസ്തു കഴിഞ്ഞു മതി നമുക്കെല്ലാം. അവിടെയാണ് നമ്മൾ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ അനുഗാമിയായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും ഒന്നാം സ്ഥാനത്തേക്ക് ക്രിസ്തു കയറി വരികയാണ്. പ്രിയമുള്ളവരെ, എല്ലാം വിട്ട് അനുഗമിച്ച ശിഷ്യന്മാരെ പോലെ ക്രിസ്തു ദർശനം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പ്രാപിക്കുമ്പോൾ തനിക്ക് അന്നുണ്ടായിരുന്നതെല്ലാം ചപ്പന്നും ചവർന്നും എണ്ണിയ പൗലോസിനെ പോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഒന്ന് വീക്ഷിക്കാം. നമുക്കൊന്ന് ചിന്തിക്കാം, കർത്താവേ, ഞാൻ എവിടെയായിരിക്കുന്നു? ഞാൻ യഥാർത്ഥമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണോ? യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ പാദം പിന്തുടരുന്ന വ്യക്തിയാണോ എന്ന് നാം ഒരു പരിശോധന നമ്മെ തന്നെ ചെയ്താട്ടെ. ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ദൈവമക്കളെ, നാം മുഴുവനുമായി നമ്മെ ഒന്ന് പരിശോധിക്കുകയാണ്. ഈ രാത്രി ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ് ചില ഹൃദയങ്ങളോട്. ചില ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവാത്മാവിൻ്റെ വ്യക്തമായ ഒരു സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ദൈവാത്മാവ് ചിലയിടങ്ങളിൽ ചിലരെ ടച്ച് ചെയ്ത് പറയും, കുഞ്ഞേ, നീ എന്നെ അനുഗമിക്കുന്ന വ്യക്തിയാണോ എന്ന്. ദൈവാത്മാവിൻ്റെ ആ ശബ്ദം ഹൃദയത്തിനകത്ത് മുഴങ്ങുന്ന ആളുകൾ ഈ രാത്രിയിൽ സമർപ്പിക്കാനായി ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി മാറുക. എല്ലാം വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവരായി മാറണമെന്ന് ഞാൻ പറയാനിടയായി തീർന്നു. നമ്മളോട് നോക്കണം, എവിടെ ഈ വലിയ കൂട്ടം പുരുഷാരം യേശുവിനെ അനുഗമിക്കുകയാണ്. നമ്മൾ വായിച്ചു വരുമ്പോൾ യേശു മലയിലെ ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. 5-ാമത്തെ വാക്യം, യേശു
വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണമേ, ഇവിടെ യേശുവിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ, യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരാണ് നമ്മൾ. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ യേശുവിൻ്റെ പിന്നാലെ പോയ ആളുകൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ടാകുകയാണ്. എന്താണ് പ്രശ്നം? അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല. അതാണ് പ്രശ്നം. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. ഒരു വലിയ ആത്മിക മർമ്മമാണ് ദൈവമോ വെളിപ്പെടുത്തുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ സകല കഷ്ടതകളും തുളച്ചു മാറ്റപ്പെടുകയാണ്. പിന്നെ കഷ്ടതയില്ല, പ്രതികൂലമില്ല, ബുദ്ധിമുട്ടില്ല, പ്രതിബന്ധങ്ങളില്ല എന്ന ഒരു ചിന്താഗതി ചിലരെ ഭരിക്കുന്നുണ്ട്. അതൊരു അപകടകരമായ ചിന്താഗതിയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ കടന്നു വരും. അതാണ് അവിടെ തെളിയുന്നത്. യേശുവിൻ്റെ പിന്നാലെ പോയി ഈ പുരുഷന്മാർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. എന്തൊരു ദുസ്സഹമായ അനുഭവമാണ്. ഞങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോയവരാ, ഞങ്ങൾക്ക് ഭക്ഷണമില്ലെന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം, അവരങ്ങനെ എത്തിപ്പെടുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ചതിക്കപ്പെടരുത്, നിങ്ങളെ പിശാച് വഞ്ചിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ഒരു ചിന്ത യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് എനിക്കൊരു പ്രതികൂലം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലാണ് കഷ്ടത വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിലാണ് പ്രതികൂലം കടന്നു വരുന്നത്. എത്ര പേർ ആമേൻ പറയും ഇന്ന് രാത്രിയിൽ? എത്ര പേര് ഈ ഒരു മെസ്സേജിന് സ്തോത്രം പറയുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? സ്തോത്രം. എത്ര പേര് എൻ്റെ ഒപ്പം ചേർന്ന് ഹല്ലേലൂയ പറയും? കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പറയാൻ ഇന്ന് ആള് കുറവാണെന്ന്. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, പ്രതികൂലം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ പ്രതികൂലവും കഷ്ടതയും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് സ്തോത്രം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ ഇന്ന് ആള് കുറവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ചിലർക്കും ആ മർമ്മം വെളിപ്പെട്ടിട്ടുണ്ട്. ഈ സത്യം പലർക്കും വെളിപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞെ, കഷ്ടത ഇല്ലെന്നല്ല, പ്രതിബന്ധങ്ങൾ ഇല്ലെന്നല്ല, പ്രതികൂലം ഇല്ലെന്നല്ല. എന്നാൽ മറിച്ചൊരു കാര്യം ഞാൻ പറയാം, കഷ്ടതയുണ്ട്. ആ കഷ്ടത ഉള്ളപ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ സാധിക്കും? കഷ്ടത ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു കാര്യം ഞാൻ പറയാം, കഷ്ടത ഇല്ലെന്നല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടത വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് സ്തോത്രം പറയും? എത്ര പേർ നമ്മൾ ഇരിക്കുന്നിടത്ത് ഹല്ലേലൂയ പറയും? അവൻ ഇന്ന് രാത്രി എനിക്കൊരു ഉറപ്പുണ്ട്. ചില ആളുകളോട് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്, കുഞ്ഞെ, നീ ക്രിസ്തുവിനെ ആരാധിച്ചിട്ട്, ക്രിസ്തുവിൻ്റെ അവൻ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചിട്ട്, അവൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിട്ട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന, വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു സത്യസന്ധമായ ദൂത് ഞാൻ പറയാം, കുഞ്ഞെ, കഷ്ടത മാറാൻ അവൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയും. സങ്കീർത്തനക്കാരൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. കഷ്ടതയില്ലെന്നല്ല, പക്ഷെ അനുഗമിക്കുന്നവരോടെ കഷ്ടതയിൽ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ചില ആളുകൾ ജീവിതത്തിൽ ഇത് അനുഭവിക്കുന്നവരുണ്ട്. കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും, നിങ്ങൾ ദൈവത്തെ ആരാധിക്കും, നിങ്ങൾ മറക്കത്തില്ല ദൈവത്തെ സ്തുതിക്കാൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒപ്പം ഇരിക്കുന്നിടത്ത് ദൈവത്തെ നൃത്തം
ചെയ്ത് ആരാധിക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. കാരണം നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ മർമ്മം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കഷ്ടതയുടെ ഞെരിപ്പോടിലൂടെ കടന്നുപോയപ്പോൾ, കഷ്ടതയുടെ തീച്ചുളിലൂടെ കടന്നുപോയപ്പോൾ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവരാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവം നിങ്ങളെ വിളിച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, കഷ്ടത ഇല്ലാത്തൊരു ജീവിതത്തിലൂടെ കടന്നു പോകാനല്ല, മറിച്ച് ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച് മുൻപോട്ട് പോകുന്നവരായി മാറാനാണ്. അങ്ങനെയുള്ള ചില ദൈവമക്കളെയാണ് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യം, ദൈവത്തിന് ഈ പ്രത്യേക യുഗത്തിൽ ആവശ്യം. അങ്ങനെയുള്ള ചിലരെയാണ്. കഷ്ടത മാറാൻ പ്രാർത്ഥിക്കുന്നവരെയല്ല, മറിച്ച് അപ്പാ എനിക്ക് അവിടുത്തെ സാന്നിധ്യം വേണമെന്ന് പറയുന്ന അങ്ങനെയുള്ള ചിലരെ ഇന്ന് രാത്രിയിൽ. അങ്ങനെ എത്ര ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇരിക്കുന്നിടത്തിന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ളവർ ഒരിക്കലും കഷ്ടത മാറാൻ പ്രാർത്ഥിക്കത്തില്ല, ഈ കഷ്ടത എടുത്ത് മാറ്റണേന്ന് പ്രാർത്ഥിക്കത്തില്ല. അവർ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാ, അപ്പാ എനിക്ക് അവിടുത്തെ സാന്നിധ്യം വേണം. ഈ കഷ്ടതയുടെ, പ്രതികൂലത്തിന്റെ, രോഗത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ ഈ കാലഘട്ടത്തെ ജയിക്കാൻ എനിക്ക് അപ്പന്റെ സാന്നിധ്യം വേണം എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ ഇരിക്കുന്നിടത്ത് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുക. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വ്യത്യസ്തമായ ഒരു വഴിത്താരയിലൂടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയാണ്. കഷ്ടത കണ്ട് ഭയപ്പെടരുത്, പ്രതികൂലവും രോഗവും കണ്ട് നിരാശപ്പെടരുത്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ കണ്ണിന് ഒരുക്കരുത്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇറങ്ങിയിട്ട് എനിക്കെന്ത് ഇങ്ങനെ എന്ന് ചോദിച്ച് നിരാശപ്പെടരുത്. ഇവിടെ ഇതാ യേശുവിനെ അനുഗമിച്ചവർക്ക് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല. യേശു ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും? കണ്ടോ, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു ചോദിക്കുകയാണ്. സ്തോത്രം. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, വേദനയിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവരോട് ദൈവാത്മാവിൽ ഞാൻ വിരൽ ചൂണ്ടി ഒരു ദൂത് പറയാം. കുഞ്ഞെ, ഈ കഷ്ടത നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, ഈ കഷ്ടത നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ കഷ്ടതയിൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷമുള്ള ചില ബാലന്മാരുണ്ട്. ആമേൻ. ദാവീദും അവരുടെ കൂട്ടരും ആമേൻ, അവരെ എനിക്ക് ദാനിയേലും അവരുടെ കൂട്ടരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സഹോദരന്മാരാ. അവര് ബാബിലോണിൽ മറ്റൊരു രാജ്യത്ത് കഴിയുമ്പോൾ അവിടുത്തെ രാജാവ് ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഇതിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു, ഇതിനെ സ്തുതിക്കണമെന്ന് പറഞ്ഞു, ഇതിന് മുമ്പിൽ മുട്ടുമടക്കണമെന്ന് പറഞ്ഞു. അവരെ വെല്ലുവിളിച്ചപ്പോൾ അവരുടെ അകത്ത് പ്രമാണമുണ്ട്. അവർ പറയും, ഇല്ല, ഞങ്ങൾക്കിതിനെ ആരാധിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ അകത്ത് പ്രമാണമുണ്ട്, ഞങ്ങളുടെ അകത്ത് വചനയിരിപ്പുണ്ട്, എന്തിനെ ആരാധിക്കണമെന്ന്, എങ്ങനെ ആരാധിക്കണമെന്നുള്ള പ്രമാണം ഞങ്ങളുടെ അകത്തുണ്ട്. ഞങ്ങൾക്കിതിനെ സ്തുതിക്കാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്കിതിനെ മുമ്പിൽ മുട്ടുമടക്കാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്കിതിനെ വണങ്ങാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ ആരാധിക്കുന്ന യഹോവയായ ദൈവം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവം, ആ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതല്ലാതൊരു ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ ആരാധിക്കണം ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് അവർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സ്തോത്രം. എന്താണ് സംഭവിച്ചത്? അവർക്കൊരു തീച്ചുളയുടെ കഷ്ടത, അന്ന് വരെ ഇല്ലാത്ത ചൂട് കൂടി അന്ന് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത്. കണ്ടോ, ദൈവമക്കളുടെ കാര്യം ഞാൻ പറയാം. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇറങ്ങിയിട്ട് പ്രതികൂലവും കഷ്ടതയൊക്കെ വരുമ്പോൾ, സ്തോത്രം, നമ്മൾ ചിലപ്പോൾ കർത്താവ് ഈ കഷ്ടതയുടെ കാഠിന്യം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ, സ്തോത്രം. പക്ഷേ ഈ സഹോദരന്മാരുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ കഷ്ടതയുടെ കാഠിന്യം കുറഞ്ഞില്ല, അവിടെ 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു. പിടിച്ചുകൊണ്ട് ഇടാൻ പോയവന്മാരെ പോലും തീ നക്കിക്കളഞ്ഞു, പിടിച്ചുകൊണ്ട് ഇടാൻ പോയവരെ പോലും തീ നക്കിക്കളഞ്ഞു. പക്ഷേ അത്ഭുതം നടന്ന അവിടെ അല്ല. തീച്ചുളയിലേക്ക് രാജാവ് നോക്കുമ്പോൾ രാജാവ് കാണുകയാണ്, ഇത് നമ്മുടെ തീച്ചുളയിൽ ഇട്ടത് 3 പേരെയല്ല ഇട്ട, 3 പേരെ. ഇത് നാലാമതൊരുവൻ ദൈവദൂതനോട് സദൃശനായ, സ്തോത്രം, ഒരുവൻ അതാ അവിടെ കൂടെ 4 പേർ കെട്ടടിഞ്ഞ് തീച്ചുളയ്ക്കകത്തുകൂടെ നടക്കുന്നതായി ഞാൻ കാണുകയാണ്. സ്തോത്രം.
എന്താണ് സംഭവിച്ചത് ദൈവമക്കളെ? സ്തോത്രം. ക്രിസ്തു ദൈവത്തെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് കഷ്ടത വന്നപ്പോൾ പിന്മാറിയില്ല, അവർ ഉറച്ചു നിന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് പ്രതികൂലം വരുമ്പോൾ ദൈവത്തോട് പരിഭവം വെക്കല്ല്, ദൈവത്തോട് പിണക്കം വെക്കല്ല്. അതിലുപരിയായി അപ്പാ എന്ന് വിളിച്ച് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്ന ചില ദൈവമക്കളോട് ഞാൻ ദൂത് പറയാ, നിങ്ങളുടെ കഷ്ടതയുടെ തീച്ചൂളക്കകത്തേക്ക് ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. സ്തോത്രം. നാലാമതൊരുവനായി ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടി പോകുക. വിശ്വസിക്കുന്നുണ്ടോ കുഞ്ഞ്? നീ ഉറച്ചു നിന്നാൽ, യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് നീ ഉറച്ചു നിന്നാൽ, നിന്റെ കഷ്ടതയിൽ ഇതാ ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടി പോകുകയാണ്. നാലാമതൊരുവനായി ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. അവൻ കഷ്ടതയെ ജയിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യം ദൈവ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ തീച്ചൂടുടെ ചൂടൊന്നും നമ്മളെ ബാധിക്കത്തില്ല, കഷ്ടതയുടെ വൈതരണികളൊന്നും നമ്മെ ബാധിക്കത്തില്ല, അതിന്റെ മുള്ളിനെ നമ്മെ നോവിക്കാനുള്ള ശക്തിയില്ല. കാരണം ഈ ലോകത്തെ പടച്ച ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവ സാന്നിധ്യത്തിന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യം കൊതിക്ക്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കണം, അവിടുത്തെ കൃപ എനിക്ക് അനുഭവിക്കണം, അവിടുത്തെ ശബ്ദം എനിക്ക് കേൾക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാ, നിങ്ങൾക്ക് ഈ കഷ്ടത ഒരു വിഷയമല്ല, നിങ്ങൾക്ക് ഈ കഷ്ടത ഒരു പ്രശ്നമല്ല. സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം അനുഭവിക്കാത്തവരാണ്, നമ്മെ പ്രതികൂലത്തിന് നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാത്തവരാണ് അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്നത്. സ്തോത്രം. അവരാണ് കണ്ണുനീരോടെ കിടന്ന് നെട്ടോട്ടം ഓടുന്നത്. പക്ഷെ എഫെസ് മീഡിയയിലൂടെ ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അവൻ ഈ കഷ്ടതയുടെ തീവ്രതയുടെ നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവര് അവൻ തീച്ചൂളക്കകത്തുനിന്ന്, സ്തോത്രം, അവൻ തീയുടെ മണം പോലും ഏശാതെ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. കുഞ്ഞെ, നിന്നെ ആര് തീച്ചൂളക്കകത്തിട്ടോ അവര് നിന്നെ കണ്ട് അവൻ അത്ഭുതപ്പെടുന്നൊരു ദിവസമുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? നോക്കണമേ, അവൻ എന്താണ് അവിടെ സംഭവിച്ചത്? ആ രാജ്യത്തെ രാജാവ് പറയുന്നു, അവൻ ദാനിയേലിന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവനെ, സ്തോത്രം, നശിപ്പിച്ചു കളയാൻ അവൻ രാജാവ് കൽപ്പന ഇറക്കുകയാ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം കുഞ്ഞെ, നീ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി ഇറങ്ങത്തിരിച്ചിട്ട് കഷ്ടതയും ബുദ്ധിമുട്ടും ഇല്ലായ്മകളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ നീ ഉറച്ചു നിന്നാൽ ദൈവമഹത്വം നിന്നിലൂടെ ദേശത്ത് വെളിപ്പെടുമെന്ന്, ദൈവമഹത്വം നിന്നിലൂടെ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ വെളിപ്പെടുമെന്ന്, നീ ആയിരിക്കുന്ന സഭയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തുമെന്ന്. എത്രവർക്ക് ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഏറ്റെടുത്ത ആമേൻ പറയാൻ സാധിക്കുന്നവരുണ്ട്? എത്രവർക്ക് അങ്ങനെ ഒരു അനുഭവം വേണമെന്ന് പറയുന്നവരുണ്ട്? സ്തോത്രം. എത്ര നാളായി സാധാ വിശ്വാസിയായിട്ട് ഇരിക്കുകയല്ലേ? അപ്പോൾ ഈ കഷ്ടത വരല്ലേ, ബുദ്ധിമുട്ട് വരല്ലേ, പ്രതികൂലം വരല്ലേ, കർത്താവെ മാറ്റണമേ എന്നല്ലേ ഇതുവരെ പ്രാർത്ഥിച്ചത്? ധൈര്യമുണ്ടോ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ? ധൈര്യമുണ്ടോ? സ്തോത്രം. അപ്പാ, ഈ കഷ്ടത മാറ്റണമെന്നല്ല, ഇതിനകത്ത് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് ഇറക്കി തന്ന്, ഇതിനകത്ത് അവിടുത്തെ സാന്നിധ്യം ഒന്ന് ഇറക്കി അപ്പാ ഇതിനെ ഒന്ന് ജയിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരിലൂടെയാ ദേശം ഇനി മഹത്വം കാണാൻ പോകുന്നത്. അവരിലൂടെയാ ഇനി ദേശത്ത് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ രാത്രി എഫെസ് മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ചില ദൈവമക്കളുടെ മൈൻഡിനെ പോലും ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു വലിയ ചേഞ്ച് സംഭവിക്കുകയാണ്. ഇന്ന് വരെ മാറ്റണേ കർത്താവെ, മാറ്റണേ, ഇതിനെ എടുത്ത് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചവര് ഇന്ന് മുതൽ ദൈവസാന്നിധ്യത്തിന് കൊതിച്ചോണം. ആമേൻ. കഷ്ടത വരുമ്പോൾ നിങ്ങൾ ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. കഷ്ടതയുടെ കാഠിന്യം നിങ്ങൾ അറിയത്തില്ല, തീച്ചൂലയുടെ ചൂട് നിങ്ങൾ അറിയത്തില്ല. ആമ ചുമ്മാതെ തീച്ചുളക്കകത്തൂടെ നടക്കുന്ന ആ സഹോദരന്മാരെ ഒന്ന് നോക്കിക്കേ. അവരതുകൊണ്ട് നടക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയോ? അത് മറ്റൊന്നുമല്ല, അവരുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്, അവരുടെ കൂടെ ദൈവത്തിന് മഹത്വം ഇറങ്ങി ആ തീച്ചൂടുടെ ചൂട് കെടുത്തുന്ന അതിനേക്കാൾ ആമേൻ ആ തീയുടെ ചൂടിനെ കെടുത്തുന്ന
ഉയർത്തുന്ന ഒരു തീ അതിനകത്ത് ഇറങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയാം, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്ക്, ഒരു തീ നിന്റെ അകത്തേക്ക് ഇറങ്ങി വരട്ടെ. ആ കഷ്ടത ഒന്നുമല്ലാതായി മാറുന്ന ദിവസങ്ങളാണ് നിനക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇന്ന് വരെ നിന്നെ തളർത്തിയ, ഇന്ന് വരെ നിന്നെ ഒതുക്കിയ, ഇന്ന് വരെ നിന്നെ കരയിച്ച കഷ്ടതയുടെ മുമ്പിൽ നീ നിസ്സാരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ദിവസമാണ് സംഭവിക്കാൻ പോകുന്നത്. എത്ര പേര് ആമേൻ പറയുന്ന രാത്രിയിൽ? സ്തോത്രം. ഇന്ന് വരെ നിന്നെ തളർത്തി, നിന്നെ ഒതുക്കി, നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാതെ, നിന്റെ പ്രാർത്ഥനയെ പോലും അടുപ്പിച്ച് നിന്നെ ഒതുക്കിയ കഷ്ടതയുടെ പ്രതികൂലത്തിന് മുൻപിൽ നീ നിസ്സാരമായിട്ട് നടക്കാൻ വേണ്ടി പോകുകയാ. കഷ്ടതയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നടക്കാൻ വേണ്ടി പോകുകയാ. ഈ രാത്രി പ്രാർത്ഥിക്ക്, എനിക്ക് ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നത്. അവരുടെ മുമ്പിൽ കഷ്ടത ഒന്നുമല്ലതായി മാറും, അവരുടെ മുമ്പിൽ തീച്ചുള ഒന്നുമല്ലതായി മാറും, അവരുടെ മുമ്പിൽ സിംഹത്തിന്റെ ഗുഹ, ആമേൻ സ്തോത്രം, ഒരു പട്ടുമെത്ത പോലെ അവർ രാത്രിയിൽ വിശ്രമിക്കുന്ന അവരുടെ മുറിയായിട്ട് മാറുമെന്ന്. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേര് രാത്രിയിൽ ആമേൻ പറയും? എത്ര പേര് അങ്ങനെ അനുഭവം കൊതിക്കുന്നവരുണ്ടോ? സ്വതः നിന്നെ തകർക്കാൻ വേണ്ടി, നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു ഒരുക്കിയ കഷ്ടത ദൈവമഹത്വം വെളിപ്പെടുത്തുവാനുള്ളൊരു മാർഗമായി ദൈവം മാറ്റാൻ വേണ്ടി പോകുകയാണ്. നിന്നെ സ്തോത്രം തിന്നു തീർക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കൂടി ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. സ്വതം നിന്നെ മുക്കിക്കൊല്ലാൻ വേണ്ടി ശത്രു ഒരുക്കിയ ആ വല്ലാത്ത പ്രതികൂലത്തിന്റെ അനുഭവത്തെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഒരു മാർഗമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുക. വിശ്വസിക്കുന്നവരാമൻ പറഞ്ഞാട്ടെ. ദൈവ സാന്നിധ്യത്തിന് കൊതിക്കുക. സ്തോത്രം. ദാവീദിന്റെ ഒക്കെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വെളിപ്പാടാ. ദാവീദ് പറഞ്ഞ എങ്ങനെന്നറിയോ? സ്തോത്രം. ആമേ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. എൻ്റെ ദൈവമേ, ആ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കയറട്ടെ. കർത്താവേ, കഷ്ടതയോട് പോയപ്പോഴാ അവിടുത്തെ ചട്ടത്തിൻ്റെ, അവിടുത്തെ നിയമത്തിൻ്റെ, അവിടുത്തെ ആ വലിയ മഹത്വത്തിൻ്റെ ശ്രേഷ്ഠത പഠിക്കാൻ ഞാൻ ചിലത് പഠിച്ചത് അവിടെ വെച്ചാന്ന് പറയാം. അവൻ പിശാചിനോട് പലപ്പോഴും ദൈവമക്കളെ അവൻ പിശാച് സന്തോഷിക്കുന്നതിൻ്റെ കാര്യം കഷ്ടതയുടെ മുമ്പിൽ കിടന്ന് നിലവിളിക്കുമ്പോഴാണ് അവൻ ജയമെടുക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രിയിൽ പറ, അവൻ സ്തോത്രം, എനിക്കത് ഗുണമായെന്ന് പറ. അപ്പോഴാണ് അവൻ്റെ തലക വരുന്നത്. അവൻ്റെ മണ്ടയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് ഇന്ന് രാത്രി പറ, സ്തോത്രം, എനിക്ക് ചട്ടങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടതയിലായതിന് ഗുണമായെന്ന് പറ. സ്തോത്രം. പിശാചൻ ലജ്ജിക്കുന്ന രാത്രിയാണ്, പിശാചൻ ലജ്ജ ധരിക്കുന്ന രാത്രിയാണ്. എന്തെന്നറിയോ? ദൈവമക്കൾ കഷ്ടതയുടെ മുമ്പിൽ തകരുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവന്റെ ആയുധത്തിന്റെ മൊന ഒടിയുന്ന ഒരു ദിവസമാണ് ഇന്ന് രാത്രിയിൽ പറയാ, എനിക്കത് ഗുണമായി തീർന്നു. പൗലോസിന്റെ ഒരു വെളിപ്പാടുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞാൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കുകയാണ്. എൻ്റെ ദൈവമേ, ആ ഒരു വെളിപ്പാട് അകത്ത് കയറട്ടെ. ദാവീദിനെ പോലെ എനിക്ക് ഗുണമായെന്ന് പറയാൻ, പൗലോസിനെ പോലെ സന്തോഷിക്കുന്നവരായി മാറാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരങ്ങനെ. ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നവരുടെ അകത്തെത്തി കത്തുന്നുണ്ട്. അവരാ പറയുന്നത് എനിക്കിത് ഗുണമായെന്ന്. അവരാ പറയുന്നത് എനിക്ക് സന്തോഷിക്കാനുള്ളൊരു വകയാണിത്. കാരണം എന്തെന്നറിയോ? ഈ കഷ്ടത എന്നെ തളർത്തുന്നില്ല, മറിച്ച് ഈ കഷ്ടത എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടത സഹിഷ്ണുതയിലേക്ക് എന്നെ കൊണ്ടുവന്നു. സഹിഷ്ണുതയിൽ നിന്ന് സിദ്ധതയിലേക്ക് എനിക്ക് വളർച്ച വന്നു. സിദ്ധതയിൽ നിന്ന് പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയത്തിലേക്ക് ഞാൻ വളർത്തപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ഒരു വലിയ ആത്മീക പുരോഗതിയുടെ ദിവസങ്ങളാണ്. ഈ സന്ദേശം നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന രാത്രിയാണ്. ഈ സന്ദേശം നിങ്ങളുടെ അകത്ത് എവിടെയെങ്കിലും കയറിക്കൊള്ളുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളെ സമർപ്പിക്കാൻ തീരുമാനമെടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ, ഇരിക്കുന്നിടത്ത് പ്രാർത്ഥിച്ച് ജയമെടുത്തോളം. ഇന്ന് രാത്രി വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, നിങ്ങളുടെ പ്രാർത്ഥന മുറികൾക്കകത്ത്, നിങ്ങളുടെ സ്തോത്രം പ്രത്യേക ജീവിത വിഷയങ്ങളുടെ അകത്ത് രഹസ്യമായ പ്രാർത്ഥന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. പ്രൈസ് ദ ലോർഡ്.
പറയുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുന്ന ഒരു അപ്പോസ്തലനെ, കഷ്ടത ഗുണമാണെന്ന് പറയുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള ചിലരെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് കഷ്ടതയെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ധൈര്യത്തോടെ ഈ ദിവസം ദൈവം നമ്മെ അതിന് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് കഷ്ടതയുണ്ട്, പക്ഷെ അത് നമുക്ക് ഗുണമാണ്. അത് നമുക്ക് സന്തോഷിക്കാനുള്ള അനുഭവമാക്കി നമ്മൾ മാറ്റണം. അതാണ് നമ്മൾ കേൾക്കുവാനിടയാക്കുന്നത്. അടുത്ത ഒരു പദം, 6-ാമത്തെ വാക്യം എന്നെ വല്ലാതെ ആകർഷിച്ചൊരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ വാക്യം. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസിനോട് യേശു ചോദിക്കുമ്പോൾ, ഇവർക്ക് എങ്ങനെ ഭക്ഷിപ്പാൻ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ എന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ പരീക്ഷിപ്പാനാണ് ചോദിച്ചത്. അത് ഭയങ്കര ഒരു ചിന്തയാണ് കേട്ടോ. യേശുവിനെ അനുഗമിച്ചവരുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ, ഭക്ഷണമില്ലാത്തൊരു അനുഭവം ഉണ്ടായി. അതെന്തിനാണ് ഉണ്ടായത്? ആ കഷ്ടത, പ്രതികൂലം, ആ ബുദ്ധിമുട്ട് എന്തുകൊണ്ട്, ഇല്ലായ്മ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് 6-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറയുകയാണ്, ഇത് അവരെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. ആമേൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചതിൻ്റെ ഒക്കെ ഉത്തരത്തോട്ട് വരികയാണ്. എന്തുകൊണ്ടാ ഈ ഒരു ബുദ്ധിമുട്ട് വന്നെന്നറിയുമോ? നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ, നിങ്ങളെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാ. സ്തോത്രം. പ്രിയമുള്ളവർ, എന്തിനാണ് പരീക്ഷ? എന്തിനാണ് നമ്മൾ പരീക്ഷ അഭിമുഖീകരിക്കുന്നത്? ഏതൊരു തരത്തിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും, പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനല്ല, നമ്മുടെ നിലവാരം പരിശോധിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. അതിനുവേണ്ടിയാണ് പരീക്ഷ വെച്ചിരിക്കുന്നത്. ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ, ഇവിടെ അനുഭവം ദൈവം വെക്കുന്നുണ്ട്. പരീക്ഷയിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ചില കഷ്ടതകളും ചില ശോധനകളും ഒക്കെ നമുക്ക് പരിശോധനയുടെ നാളുകളാണ്. എന്തിനാണ് പരിശോധിക്കുന്നത് അറിയുമോ? എന്തിനാണ് നമ്മളെ പരിശോധനയിലൂടെ കടത്തി വിടുന്നതെന്ന് അറിയുമോ? സ്തോത്രം. നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ ഒന്നുകൂടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കർത്താവ് ഒന്ന് പരിശോധിക്കുക. ഇവൻ ഉറച്ചു നിൽക്കുമോ? ഇവൻ എൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് ഇവൻ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ എന്നുള്ളൊരു പരിശോധനയാണ്. പ്രിയമുള്ളവരെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, പരീക്ഷകൾ നമ്മെ നശിപ്പിക്കാനോ തകർക്കാനോ അല്ല. പരീക്ഷ മറിച്ച് നമ്മൾ കൊള്ളാവുന്നവനായി തെളിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശോധനയുടെ നാളുകളാണ്. അപ്പോൾ ഉറച്ചു നിൽക്കുക. ക്രിസ്തുവിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരായ നമ്മൾ ഉറച്ചു നിൽക്കുക. പരീക്ഷകൾ നമുക്ക് നന്മയ്ക്കാണ്, നമ്മെ തിന്മയ്ക്കല്ല എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണമേ. ക്രിസ്തു നമ്മെ പരീക്ഷിക്കുകയാണ്. സ്തോത്രം. തന്നെ അനുഗമിക്കുന്ന നമ്മളെ കൊള്ളാവുന്നവനായി ഒന്ന് തെളിയണം, നമ്മെ ഒന്ന് ശോധന ചെയ്യണം. പ്രിയമുള്ളവരെ, നാം പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ ലെവല് മാറുന്നു എന്ന സത്യം നിങ്ങൾ മറക്കരുത്. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളായ നിങ്ങളിൽ ചിലർ പരീക്ഷയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ അടുത്ത തലത്തിലേക്ക്, ആത്മിക ലെവലിലേക്ക് നിങ്ങൾ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് ആമേൻ പറയും? ക്രിസ്തു ഇതിനെ പരീക്ഷിപ്പാനാണ് ചോദിച്ചത്. സ്തോത്രം. അടുത്ത് നോക്കണം. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരൊരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ ആന്ത്രയാസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്. അപ്പുറം ശ്രദ്ധിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇറങ്ങിയവരുടെ ജീവിതത്തിൽ പ്രതികൂലവും കഷ്ടതയൊക്കെ വന്നു. അത് പരിശോധനയുടെ നാളുകളായിരുന്നു എന്ന് നമ്മൾ കണ്ടു. എവിടെ നോക്കണം? അടുത്ത പദം 9-ാമത്തെ വാക്യം അതിനേക്കാൾ ശ്രേഷ്ഠകരമായൊരു വാക്യമാണ്. ഇവിടെ ഒരു ബാലകനുണ്ട്
എന്ന് അന്ത്രയാസ് കണ്ടെത്തുകയാണ്. സ്തോത്രം. ഇവിടെ ഒരു ബാലകനുണ്ട്. ആ ബാലകൻ അന്നേരം ഫോൺ വിളിച്ച് വരുത്തിയ ആളൊന്നുമല്ല. ആ ബാലകനെ അന്നേരം ഫോൺ വിളിച്ച് വരുത്തിയ ആളല്ല, കത്തെഴുതി വരുത്തിയ ആളല്ല, അന്നേരം ഇവിടുന്ന് പ്രത്യക്ഷപ്പെട്ട ആളല്ല. യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ആ ഒരു വലിയ കൂട്ടം പുരുഷാരത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവനാണ് ഈ കുഞ്ഞ്, ഈ ബാലൻ. അവൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സ്തോത്രം. പെട്ടെന്ന് ആ പ്രശ്നത്തിന്റെ സമയത്ത് ഈ ബാലകൻ പ്രത്യക്ഷപ്പെടുകയാണ്. അഥവാ അവനെ അന്ത്രയാസ് കണ്ടെത്തുകയാണ്. അന്ത്രയാസ് കണ്ടെത്തി അവനെ യേശുവിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സമവീക്ഷണ സുവിശേഷങ്ങളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി പഠനങ്ങളുണ്ട്. നമ്മൾ വായിച്ച് ധ്യാനിക്കുവാൻ ശുപാർശ ചെയ്യുകയാണ്. സമയത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. പ്രിയമുള്ളവരെ, ഈ ബാലകനെ പരിചയപ്പെടുത്തുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം, നമ്മുടെ ചില ബുദ്ധിമുട്ടുകളുടെ, നമ്മുടെ ചില പ്രതികൂലത്തിൻ്റെയൊക്കെ പരിഹാരം നമ്മുടെ പക്കൽ തന്നെ ഉണ്ട്, നമ്മുടെ കൈവശം തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? 9-ാം വാക്യത്തിൽ പറഞ്ഞിങ്ങനെയാ, ഇവിടെ ഒരു ബാലകനുണ്ട്, ഇവിടെ ഉണ്ട് ആ ബാലകൻ. കുഞ്ഞെ, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഇവിടെ തന്നെ ഉണ്ട്, നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീ കണ്ടെത്തുക അതിനെ, നീ അതിനെ ഒന്ന് കണ്ടെത്തുക. എന്താണ് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ വൈതരണയുടെ തടസ്സത്തിന്റെ, നിന്റെ ബുദ്ധിമുട്ടുകളുടെയൊക്കെ പരിഹാരം നിന്റെ കൂടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ചിലര് മറ്റുള്ളവരെയൊക്കെ വില ചൂടുന്നവരുണ്ട്, മറ്റുള്ളവരെ വില ചൂടുന്നവരുണ്ട്. ഇന്ന് രാത്രി അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. പിന്നെ നമ്മുടെ പ്രശ്നമൊക്കെ പരിഹാരമൊക്കെ നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ നന്മയും തിന്മയൊക്കെ നമ്മുടെ കൈവശം തന്നെ ഉണ്ടെന്ന് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകം നോക്കുകയാണെങ്കിൽ 4-ാം അധ്യായത്തിൽ അവിടെ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ, ഒരു ഭാര്യ, അവള് എലീശയുടെ അടുത്ത് വന്നിട്ട് ഒരു വലിയ പ്രശ്നം അവതരിപ്പിക്കുന്നുണ്ട്. എൻ്റെ കടം കയറിയിരിക്കുകയാ, ഭർത്താവ് മരിച്ചുപോയി, മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കടക്കാർ വന്ന് നിൽക്കുക. എലീശ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിക്കുകയാ. അവൾ പറയുന്നു, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അതിനകത്തുന്ന നിന്റെ വിടുതലും നിന്റെ പ്രശ്നവും പരിഹരിക്കാൻ പോകുന്ന അതിനകത്തുന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ഈ മർമ്മം മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇത് ഹൃദയത്തിനകത്ത് ടച്ച് ചെയ്യുന്ന എത്ര പേരുണ്ട്? കുഞ്ഞൊന്ന് കണ്ടെത്താൻ സാധിക്കുമോ? നീ അതിനൊന്ന് കണ്ടെത്ത്. നിന്റെ പക്കലുണ്ട്. ഈ എണ്ണ കൊണ്ട് അവരുടെ കടം മുഴുവനും തീരുകയും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യുകയാണ്. കുഞ്ഞ്, ചിലപ്പോൾ നമ്മുടെ കൈവശമുണ്ട്, നാം അതിനെ കണ്ടെത്തുന്നില്ല. നാം നമ്മിൽ തന്നെ നമ്മുടെ ക്രമീകരണങ്ങളാണ് ചിലപ്പോൾ ആവശ്യം. നാം തന്നെ ഒന്ന് പുനരുദ്ധരീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ബാലകന്റെ കൈവശമിരുന്ന ഇവിടെ ഒരു ബാലകനുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. എവിടെ നോക്കണം? അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 9-ാമത്തെ ഭാഗത്ത് കാണുന്നത് അവസാന ഭാഗം, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. കുഞ്ഞു, പരിഹാരം നിന്റെ കൈവശമുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ബാലകൻ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചിന്ത എന്താ? പക്ഷെ ഇത്ര പേർക്ക് ഇതുകൊണ്ട് എന്തുള്ളൂ? ഇത്ര പേർക്ക് ഇതുകൊണ്ട് എന്തുള്ളൂ? അതാണ് ചോദ്യം. ഇന്ന് പലരുടെയും പ്രശ്നം അതാണ്. പലരും ഇന്ന് ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുക. അവർ പറയുന്നത്, എനിക്കുള്ളതുകൊണ്ട് എന്താവാനാ? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? എൻ്റെ ഈ ചെറിയ ജോലി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഈ ചെറിയ വരുമാനം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഈ ഓർമ്മ ശക്തി പോലും ഇല്ലാത്ത എൻ്റെ ഈ കുഞ്ഞു ബുദ്ധി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഈ മണ്ടൻ തല കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പഠിക്കാൻ പോലും മടി കാണിച്ചു നടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ. ആ ദൈവത്തിന്റെ പിന്നാലെയാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. കുഞ്ഞെ, നിനക്കിത് എന്തുള്ളൂ എന്ന് പറഞ്ഞ് ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്
നിനക്ക് കഴിവുള്ളതിനെ പോലും ഒതുക്കിക്കെട്ടി നിനക്ക് ചെയ്യാൻ കഴിയുന്നത് പോലും ചെയ്യാൻ കഴിയാതെ, നിന്നെ പ്രവർത്തന നിരതനാകാൻ കഴിയാതെ എവിടൊക്കെയോ നിന്നെ ഒതുക്കി വെച്ചിരുന്ന ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ അതിനെ ഒന്ന് അഴിക്ക്, ആ കെട്ടിനെ ഒന്ന് അഴിക്ക്. ഇന്ന് രാത്രിയിൽ നീ തിരിച്ചറി, നിന്റെ പരിഹാരം നിന്റെ പക്കലുണ്ട്. നീ അതിനെ തിരിച്ചറിയുക, അതിനെ നീ തിരിച്ചറിയുക, അതിനെ നീ കണ്ടെത്തുക. സ്തോത്രം, സ്തോത്രം. എലീശ ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ എന്തുള്ളൂ? ഞാൻ നിന്റെ വീട്ടിലുണ്ട്. നിന്റെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം നിന്റെ വീട്ടിലുണ്ട്. ഇവിടെ ആന്ത്രയാസ് കണ്ടെത്തി എവിടെ ഒരു ബാലകനുണ്ട്. ആ ബാലകന്റെ കൈവശം 5 അപ്പവും 2 മീനുമുണ്ട്. കുഞ്ഞേ, നീ ചിന്തിക്കുന്നുണ്ടോ? ഇതുകൊണ്ടൊന്നും ആകത്തില്ല, ഇതെന്തുള്ളൂ എന്ന് ചിന്തിച്ച്, സ്തോത്രം, എവിടൊക്കെയോ ഒതുങ്ങിയിരിക്കുന്ന കുഞ്ഞേ, ഇതെന്തുള്ളൂ എന്ന് ചിന്തിച്ച് എവിടൊക്കെയോ ഒളിച്ചിരിക്കുന്ന കുഞ്ഞേ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറഞ്ഞു, നീ പുറത്തു വാ, നീ യേശുവിന്റെ അടുക്കിലേക്ക് വാ. നീ എവിടെ ഇരിക്കേണ്ടവളല്ല, നീ എവിടെ ഇരിക്കേണ്ടവനല്ല, നീ യേശുവിന്റെ അടുക്കിലേക്ക് വാ. അവിടെയാണ് അത്ഭുതം നടക്കാൻ പോകുന്നത്, അവിടെയാണ് നിന്റെ വിടുതൽ വെളിപ്പെടാൻ പോകുന്നത്, അവിടെയാണ് നിന്നോട് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. നീ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ടവളല്ല, നീ ഇങ്ങനെ പതുങ്ങിയിരിക്കേണ്ടവനല്ല. നിന്നോട് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ദൈവാത്മാവിന്റെ രാത്രി ചിലരെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ഇതുകൊണ്ട് എന്തുള്ളൂ? ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചിലരുടെ വാക്കുകളായിരിക്കാം നമ്മെ ഒതുക്കിയത്. ചിലർ പറയുമ്പോൾ ഇതുകൊണ്ടൊന്നും പറ്റത്തില്ല, നിനക്കൊന്നും ശരിയാവത്തില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞ വാക്കുകളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ചിലർ ഒതുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവവൈതലേ, നമ്മൾ തിരിച്ചറി, ആരെയും നിസ്സാരമായി കാണരുത്. ഇതുകൊണ്ട് എന്തുള്ളൂ എന്ന് ചോദിച്ച ആന്ത്രയാസും ഒരു കുട്ടത്തോളിൽ ചുമന്നു. അവൻ ദൈവം അതിനെ വർദ്ധിപ്പിച്ചപ്പോൾ 12 കുട്ടയിൽ 1 ചുമന്നത് ഇതുകൊണ്ട് എന്തുള്ളൂ എന്ന് ചോദിച്ച ആന്ത്രയാസാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയാം, കുഞ്ഞെ, നിന്നെ ഒതുക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിനക്ക് മനസ്സുണ്ടോ? നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് വാ, യേശുവിന്റെ അടുക്കിലേക്ക് വാ. നിനക്കുള്ളത് കൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വാ. അവിടെ നിനക്ക് വിടുതലുണ്ട്. നിന്റെ കൈവശം എന്തുണ്ട്, നിന്റെ വീട്ടിൽ എന്തുണ്ട്, അതിനെ കണ്ടെത്തുക. സോഴ്സ് നിന്റെ വീട്ടിലുണ്ട്. സ്തോത്രം. മാറായുടെ കരയിൽ കയ്പ് വെള്ളം കുടിക്കാൻ കഴിയാതെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു വൃക്ഷം വളർന്നു നിൽക്കുന്നത് കാണുകയാണ്. ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പൊടിച്ച് വെള്ളത്തിലിടുക, അത് മധുരമായി തീരും. കുഞ്ഞെ, ആ കൊമ്പ് അന്നേരം മുളച്ചു വന്ന ഒരു മരമല്ല, ആ മരം മുന്നമേ അവിടെ ഉണ്ട്. കുഞ്ഞെ, ഈ മാറ അവിടെ ഉള്ളപ്പോൾ തന്നെ ആ മരം അവിടെ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കർത്താവ് നിനക്ക് മുന്നമേ കരുതിയിട്ടുണ്ട്. നിന്റെ ബുദ്ധിമുട്ടുകളുടെ പരിഹാരം ദൈവം, പ്രശ്നത്തിന്റെ പരിഹാരം മുന്നമേ ഒരുക്കിയിട്ടുണ്ട്. ഒരു മാറയുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള, കയ്പിനെ മാറ്റാനുള്ള വൃക്ഷം ദൈവം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം, നീ അതിനെ കണ്ടെത്തുക, നീ അതിനെ കണ്ടെത്തുക. ഇവിടെ ഒരു ബാലകനുണ്ട്. സ്തോത്രം. ഇവിടെ ഒരു ബാലകനുണ്ട് എന്ന് പറഞ്ഞ് അതിനെ കണ്ടെത്തിയപ്പോഴാണ് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ അപ്പവും 2 മീനും, 5 അപ്പവും 2 മീനും യേശുവിന്റെ കരത്തിലേക്ക് കൊടുക്കുകയാണ്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം ഇവിടെ തീരുമ്പോൾ അവസാനമായ ഒരു കാര്യം ഞാൻ പറയാം. കുഞ്ഞെ, നിന്റെ പക്കലുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, അത് കുറച്ചേ ഉള്ളൂ, അത് ശകലേ ഉള്ളൂ. ചിലർ നോക്കി പറയുന്നുണ്ട്, ഇത് ഇത്ര കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആന്ത്രയാസിനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ മടിക്കാതെ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ കഴിയുമോ? യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാൻ കഴിയുമോ? കുഞ്ഞെ, അത് വാഴ്ത്തി നുറുക്കുന്നൊരു കരമുണ്ട്. ഒന്നിനും തികയത്തില്ല എന്ന് നീ കരുതിയതിനെ ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇതുകൊണ്ടൊന്നും സാധിക്കുന്നില്ലെന്ന് വിലയിരുത്തിയ ചിലതിനെ അവ 1000-ങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒന്നിനും കൊള്ളത്തില്ലെന്ന് കരുതിയതിനെ കൊണ്ട് നിന്നെ ചില ബുദ്ധിമുട്ട് പരിഹരിക്കാൻ
ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം. അവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കൈവശമുള്ളതിന് യേശുവിൻ്റെ കരത്തിൽ കൊടുക്കുക. അതിനെ വർദ്ധിപ്പിക്കുന്ന, അതിനെ അനുഗ്രഹിക്കുന്ന, അതിനെ വർദ്ധിപ്പിച്ച് അനേകർക്ക് പ്രയോജനമാക്കി മാറ്റുന്ന, അനേകരെ തൃപ്തിപ്പെടുത്തി 12 കൊണ്ട് ശിഷ്യന്മാർ ചുമന്നെടുക്കുകയാണ്. സ്തോത്രം. നമുക്കിന്ന് രാത്രിയിൽ നമ്മെ തന്നെ കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ഒന്ന് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥനയോടെ കർത്താവേ, ഞാൻ യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, ഒരു വീക്ഷണം നമ്മെ തന്നെ നടത്തുവാൻ ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്പർശനം ഇന്ന് രാത്രിയിൽ ദൈവം തൊടുകയാണ്. കുഞ്ഞെ, നീ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണോ? പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണോ? ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. കഷ്ടനടവിൽ സ്തോത്രം, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാനിടയായിത്തീ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ ഉണ്ട്. അവൻ നിന്നെ നടത്തുവാനിടയായിത്തീരും. അവൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നീ തകർന്നു പോകത്തില്ല. നിന്നെ അക്കരെ എത്തിക്കുവാൻ ഈ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഈ രാത്രിയിൽ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം. ക്രിസ്തുവിൻ്റെ പാദങ്ങൾ പിൻപറ്റാം. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ FS മീഡിയയിലൂടെ കർത്താവേ വചനം ഇതുവരെ കേട്ട എല്ലാ ദൈവമക്കളെയും അവരുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കണമേ, അവരെ മാനിക്കണമേ. ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ. അവരുടെ പ്രാർത്ഥന വിഷയത്തിനുമേ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കഷ്ടതയുടെ വേദനയുടെ അനുഭവത്തിലൂടെ അങ്ങേ അനുഗമിക്കുവാൻ ഇറങ്ങിയിട്ട് കടന്നു പോകുന്ന ആളുകളെ ദൈവം തൊട്ട് അവരെ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുകയാണ്. അവിടുത്തെ വലിയ സാന്നിധ്യത്തിൻ്റെ ശ്രേഷ്ഠത അവർ മനസ്സിലാക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൂർണ്ണമായി മറയുന്ന കർത്താവ് വലിയ കൃപ വെളിപ്പെടണം, വലിയ മഹത്വം വെളിപ്പെടുത്തണം. കർത്താവിനെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവ് അനേകരെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങ് അയച്ചതിനായി സ്തുതിക്കുകയാണ്. ഈ രാത്രിയിൽ കർത്താവിനെ കൃപ കൂടിയിരിക്കണം, അവിടുത്തെ മഹത്വത്താൽ നിറയ്ക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ രാത്രിയിൽ ഈ നിമിഷം വരെയും വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. FS മീഡിയയുടെ അഡ്മിൻ പാനലിലുള്ള പ്രിയ പാസ്റ്റർ ഫെലിക്സ് സാമുവൽ, അതുപോലെ പാസ്റ്റർ CB ജോൺ, അതുപോലെ തന്നെ പ്രിയ എൻ്റെ സ്നേഹിത ഷാരോൺ എന്നിവരോടുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കഷ്ടതയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു.